हरि ओं श्री गुरुभ्यो नमः। हरि श्री गणपते नमः। अविघ्नमस्तु श्री गुरुभ्यो नमः। ओम श्री गणेशाय नमः। ओम श्री सरस्वत्यै नमः। ओम श्री गुरुभ्यो नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ श्री चिन्मयसद्गुरवे नमः। ॐ श्री महात्रिपुरसुन्दर्यै नमः। सौन्दर्यलहरी मङ्गलाचरणम्। सौन्दर्यलहरी कर्त्रे सर्वमङ्गलदायिने शङ्कराचार्यवर्याय यदिराचायते नमः. സൗന്ദര്യലഹരി സ്തോത്രം നമ്മൾ 11-ാം ശ്ലോകം വരെ അർത്ഥസഹിതം കണ്ടതാണ്. ഇനി 12-ാമത്തെ ശ്ലോകം. ത്വദീയം സൗന്ദര്യം തുഹിനഗിരികന്യേ തുലയിതും കവീന്ദ്രാകൽപ്പന്തേ കഥമപി വിരിഞ്ചി പ്രഭൃതയഃ യഥാ ലോകൗത്സുക്യാത് അമരലലനായാന്തി മനസാ തപോഭിദുഷ്പ്രാപാമഭിഗിരിശസായുജ്യ പദവീം. ത്വദീയം സൗന്ദര്യം തുഹിന ഗിരികന്യേ തുലയിതും കവീന്ദ്രാഃ കൽപ്പന്തേ കഥം അപി വിരിഞ്ചി പ്രഭൃതയഃ യദ ആലോകൗത്സുക്യാത് അമരലലനാ യാന്തി മനസാ തപോഭി ദുഷ്പ്രാപാം അപി ഗിരിശസായുജ്യ പദവി. പദാർത്ഥം പറയാം. ഹേ തുഹിനഗിരികന്യേ, അല്ലയോ ഹിമാചലപുത്രിയായ ദേവി, വിരിഞ്ചി പ്രഭൃതയഃ, ബ്രഹ്മാവ് തുടങ്ങിയ കവീന്ദ്രാഃ അപി, കവിശ്രേഷ്ഠന്മാർ പോലും, ത്വദീയം നിന്തിരുവടിയെ സംബന്ധിച്ചതായ, അതായത് ഭഗവതിയെ സംബന്ധിച്ചതായ സൗന്ദര്യത്തെ തുലയിതും സദൃശീകരിപ്പാനായിട്ട് കഥം എങ്ങനെ കൽപ്പന്തേ സമർത്ഥന്മാരായി ഭവിക്കുന്നു ബ്രഹ്മാവ് മുതലായവർ കേട്ടോ. യാതൊന്നു ഹേതുവായിട്ട് അമരലലന പറഞ്ഞ ദേവസുന്ദരിമാർ ആലോകൗത്സുക്യാത് സൗന്ദര്യ ദർശനത്തിനുള്ള ആഗ്രഹം നിമിത്തം, ഭഗവതിയുടെ സൗന്ദര്യ ദർശനത്തിനുള്ള ആഗ്രഹം നിമിത്തം, തപോഭി അഭി കൃച്ഛ്രാന്ദ്രായണാദി തപോവൃത്തികളാൽ പോലും, അവരെ തപസ് ചെയ്തിട്ട് പോലും ദുഷ്പ്രാപാം പ്രാപിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ഗിരീശ സായുജ്യ പദവി, പരമശിവ സായുജ്യ പദത്തെ മനസ്സുകൊണ്ട് അവർ പ്രാപിക്കുന്നു. പരമശിവനെ മനസ്സുകൊണ്ട് പ്രാപിച്ചാൽ ദേവി കൂടെ ഉണ്ടാവും എന്നുള്ള സങ്കല്പത്താൽ അവർ തപോവൃത്തികളിൽ ഏർപ്പെട്ടിട്ട് പോലും ഭഗവതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവർ പരമശിവനെ ആശ്രയിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. സാരം പറയാം. അല്ലയോ ഹിമാചല നന്ദിനി, ബ്രഹ്മാവ് തുടങ്ങിയ കവിശ്രേഷ്ഠന്മാർ പോലും നിന്തിരുവടിയുടെ സൗന്ദര്യത്തെ ഉപമിച്ച് വർണ്ണിക്കുവാൻ ശക്തനായി ഭവിക്കുന്നില്ല. എങ്ങനെ ശക്തമാവും എന്ന്? എന്തുകൊണ്ടെന്നാൽ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ദേവസുന്ദരിമാർ ആ സൗന്ദര്യ ദർശനത്തിനുള്ള അത്യാഗ്രഹം നിമിത്തം കഠിന തപോവൃത്തികളാൽ പോലും പ്രാപിക്കുവാൻ സാധിക്കാത്തതായ ആ പരമശിവ സായുജ്യത്തെ മനസ്സുകൊണ്ട് മാത്രം പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് സഹസ്രാര പത്മത്തിൽ, അതായത് ചന്ദ്രമണ്ഡലത്തിൽ ശ്രീചക്രത്തിൻ്റെ ബിന്ദുവിൽ ഇരിക്കുന്ന ദേവിയുടെ സൗന്ദര്യത്തിന് ദേവസ്ത്രീകൾ പോലും സൗന്ദര്യത്തിന് മുന്നിൽ, ദേവിയുടെ സൗന്ദര്യത്തിന് മുന്നിൽ ദേവസ്ത്രീകൾ പോലും ലജ്ജിക്കുന്നു. അവർക്ക്
ആ ദേവസ്ത്രീകൾക്ക് ഭഗവതിയുടെ സൗന്ദര്യത്തിൻ്റെ അത്ര എത്താൻ പറ്റുന്നില്ല. അവർ പോലും ലജ്ജിക്കുന്നു. അതിനുവേണ്ടി അവരെന്ത് ചെയ്യുന്നു? പരമശിവൻ്റെ സായുജ്യത്തെ, പരമശിവനെ ആശ്രയിച്ചിട്ട് ഭഗവതിയെ പ്രാപിക്കുവാൻ നോക്കുന്നു. നമ്മൾ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് ദേവി കിട്ടും, മഹാലക്ഷ്മിയെ നമുക്ക് കിട്ടുമെന്നാണ്. മഹാലക്ഷ്മി അസ്ഥിരയാണെന്ന് പറയുക, ഒരു സ്ഥലത്തും എല്ലാ സമയത്തും ഇരിക്കില്ല. അതുകൊണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചാലും ഉപാസിച്ചാലും മഹാവിഷ്ണുവിൻ്റെ പാദകമലത്തിൽ സദാ ഇരിക്കുന്ന ആ ലക്ഷ്മി ദേവി നമുക്ക് പ്രാപ്തരാകും എന്നാണ് പറയുന്നത്. അല്ലാതെ ലക്ഷ്മി ദേവിയെ മാത്രം പ്രാർത്ഥിച്ചാൽ ലക്ഷ്മി ദേവി അസ്ഥിരയാണ്, വിട്ടുപോകും എന്നുള്ള അഭിപ്രായമുണ്ട്. അതുപോലെ തന്നെ ദേവിയെ പ്രാർത്ഥിക്കണ്ടെങ്കിൽ ഇവിടെ പരമശിവനെ ആശ്രയിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ദേവിയുടെ അടുത്ത് എത്താനുള്ള ഒരേ ഒരു വഴി പരമശിവനുമായി ചേർച്ച ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സാരം. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാം പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീ മഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.